ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് നമ്മുടെ തിരുവോണം വ്ളോഗാണ്. ഓണം എന്നതിലുപരി ഇതെൻ്റെ ഇച്ചൂസിൻ്റെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഇതെനിക്ക് അത്രയ്ക്ക് സ്പെഷ്യലാണ്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആയിട്ട് വയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി തന്നെ ഞാൻ പൂവെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചൂസിൻ്റെ ഉറപ്പ് കിടത്തിയിട്ടാണ് ഞാൻ പൂവെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. മാക്സിമം പൂവെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അത്തപ്പൂ പോസിബിളാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം രാവിലെ അവനെ കൊണ്ട് പാടാണല്ലോ. എന്തായാലും രാവിലെ നേരത്തെ എഴുന്നേറ്റപ്പോഴാണെങ്കിൽ നല്ല മഴ, വെളിയിൽ അത്തപ്പൂ ഇടാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ അങ്ങ് സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. വീട്ടിലകത്ത് തന്നെ ഞാൻ ഒരു സൈഡിലോട്ടായിട്ട് ഡിസൈനൊക്കെ വരച്ച് അത്തപ്പൂ അങ്ങോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവനെയും മടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തപ്പൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്തപ്പൂ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ റെഡി ആവാനായിട്ട് പോയി. പിറ്റൂസിനെ റെഡി ആവാൻ വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പോയി റെഡി ആവാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു സാരിയായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഞാൻ ഇവിടെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ നടന്ന് റെഡിയായി. ഇതിന് മുന്നേ മോനെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എന്തായാലും വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാനും മോനും ചേട്ടനും കൂടെ അമ്പലത്തിൽ പോകാനായിട്ടിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ അത്തപ്പൂ. ഒരുപാട് പെർഫെക്റ്റ് ഒന്നും ആണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വന്നതിന് ശേഷം ഞാൻ അത്തപ്പൂ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറ്റൂസിൻ്റെ അടുത്തിരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. അവൻ ആദ്യമൊന്നും ഇരുന്നില്ല, കാരണം അവൻ ഒരുപാട് നടക്കാറൊന്നും ആയില്ല. അതുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷേ അവൻ ഇരുന്നതുമില്ല. പിന്നെ മാക്സിമം ഞങ്ങളൊക്കെ വിളിച്ചും ചിരിച്ചുമൊക്കെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാനും ചേട്ടനും മോനും കൂടെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മുരുകക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. ഞാനതിന് മുമ്പ് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിശ്വാസമുള്ള ഒരാളെ പറ്റി. അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഓടി വന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ് അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴിലിട്ട് വന്നു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ചു. ഇറ്റൂസിൻ്റെ സദ്യ ഭയങ്കര സ്പെഷ്യലായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഇലയിട്ട് കൊടുത്തിട്ട് ചോറെടുക്കും മോനെ എന്ന് പറഞ്ഞിട്ട് അവൻ എടുത്തില്ല. ആദ്യമേ അവൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ചൊക്കെ ടച്ച് ചെയ്യാൻ നോക്കി. പക്ഷേ പിന്നെ ഇതൊരു ചൂടുള്ളതുകൊണ്ടായിരിക്കും അവന് പേടിയായിരുന്നു. കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഊതാനൊക്കെ തുടങ്ങി. പിന്നീട് ഇല അവൻ്റെ അടുത്തോട്ട് നീക്കി വെച്ചത് ഇതാണ് കേട്ടോ എൻ്റെ ഇറ്റൂസിൻ്റെ കൊച്ചിലയും അവൻ്റെ കുഞ്ഞു സദ്യയും. മാക്സിമം എല്ലാ കാര്യങ്ങളും അവൻ്റെ ഇലയിൽ വിളമ്പി അവനെ അതിന് മുന്നിൽ ഇരുത്തി അവന് ഫുഡ് കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു, എൻ്റെ സ്വപ്നമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. അങ്ങനെ പയ്യെ കൊണ്ട് പപ്പടം എടുത്ത് പിന്നെ കുറച്ചൊക്കെ എടുത്ത് ഞമ്മളൊക്കെ തുടങ്ങി. വായിലോട്ട് മാത്രം വെക്കില്ല. എന്ത് സാധനം കിട്ടിയാലും വായിൽ വെച്ചിട്ടുണ്ടെന്നും, പക്ഷേ വായിൽ മാത്രം വെച്ചില്ല. എങ്കിലും അത്യാവശ്യം അവനതെല്ലാം ഇട്ട് കളിക്കെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ചേട്ടൻ വന്ന് അവന് വായിൽ ചോറ് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ട് അവർ കഴിച്ചില്ല. പിന്നെ ഞാൻ വെള്ളം കൊടുത്തു, പായസമൊക്കെ കൊടുത്ത് അവനെ മാക്സിമം. സദ്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഉണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടില്ല. കാരണം അവ ഒന്നും കഴിച്ചില്ല, വെറുതെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പായസം എടുത്ത് വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ കഴിച്ചു. മധുരം ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നീട് അവനെ അമ്മ ഫുഡ് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ട് പോയി. ആ സമയം കൊണ്ട് ഞാനും ചേട്ടനും കൂടി ഇരുന്ന് നമ്മുടെ ഓണസദ്യയൊക്കെ കഴിച്ചു. എത്രയൊക്കെ മന്തിയും കുഴിമന്തിയും ഒക്കെ വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, നമ്മുടെ ഓണസദ്യയും പായസവും പപ്പടവും എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫീല് വളരെ സ്പെഷ്യലാണല്ലേ. എനിക്ക് പായസം പപ്പടം കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പപ്പടവും എടുത്ത് പായസവും കൂട്ടി ഓണസദ്യ അങ്ങ് പൊടി പൊടിച്ച് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ ഇറ്റൂസും ചേട്ടനും കൂടെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഇറ്റൂസ് ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.